ഇന്ന് നമുക്ക് ഘർഷണ ബലം അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്നും വിവിധ തരത്തിലുള്ള ഘർഷണ ബലങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും അതായത് ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചുമെല്ലാം പഠിക്കാം. നമുക്കിവിടെ ഒരു ചിത്രം നൽകിയിരിക്കുന്നു. എന്താണത്? ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്ക് വെച്ചിരിക്കുന്നതാണ് അല്ലേ? ഈ ടേബിള് ജസ്റ്റ് നമ്മളൊന്ന് ടിൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴുമോ? നമുക്കറിയാം ഇല്ല. പതിയെ പതിയെ നമ്മൾ ടേബിളിൻ്റെ ആ സ്ലോപ്പ് കൂട്ടുമ്പോൾ മാത്രമാണ് ബുക്ക് താഴത്തേക്ക് വീഴുന്നത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ബുക്ക് പെട്ടെന്ന് താഴത്തേക്ക് വീഴാത്തത്? അതായത് അവിടെ ആ ചിത്രത്തിൽ തന്നെ ബുക്കിൻ്റെ സർഫസും ടേബിളിൻ്റെ സർഫസും അല്ലേ, ബുക്ക് ടേബിളിൻ്റെ മുകളിൽ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസുകൾ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ, ഒന്ന് വലുതാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ധാരാളം രണ്ട് പുസ്തകത്തിൻ്റെ പ്രതലത്തിനും അതുപോലെ തന്നെ മേശയുടെ പ്രതലത്തിനും ഇടയ്ക്ക് ധാരാളം കുന്നുകളും കുഴികളും, അതായത് ധാരാളം മൈക്രോസ്കോപ്പിക് മൗണ്ട്സ് ആൻഡ് പിറ്റ്സ് നമുക്കവിടെ കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ അവ നോക്കിക്കേ, പരസ്പരം കൊളുത്തിപ്പിടിച്ച പോലെ അല്ലെങ്കിൽ ഇൻ്റർലോക്കായ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് നേരിട്ട് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല, അത് മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. അപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അവയുടെ സർഫസുകൾ തമ്മിൽ അല്ലെങ്കിൽ പ്രതലങ്ങൾ തമ്മിൽ പരസ്പരം ഇൻ്റർലോക്ക് ചെയ്ത പോലെ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഇൻ്റർലോക്കുള്ള കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ടേബിളൊന്ന് ടിൽറ്റ് ചെയ്താലും, ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്താലും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉയർത്തിയാലും ബുക്ക് താഴേക്ക് വീഴാത്തത്. അതായത് നമ്മൾ ഒരു ബോഡീനെ മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ സർഫസിൽ കൂടെ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ബോഡിയുടെ മുകളിൽ ഒരു ഓപ്പോസിങ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഒരു എതിർബലം അതിൻ്റെ ആ ഒരു ബോഡിയുടെ, അല്ലെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ബുക്കിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്നതിനെ ഒരു എതിർബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ഒരു ബലത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലം എന്ന് പറയുന്നത്. When a body moves or tends to move on the surface of another body, a force is experienced parallel to the surface which opposes the relative motion between them. This is friction. അതായത് ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം. ഇനി നമുക്കൊരു വീഡിയോ കണ്ടു നോക്കിയാലോ? അതിൽ ഘർഷണം എന്താണെന്നും എത്ര തരം ഘർഷണങ്ങൾ ഉണ്ട് എന്നും വിശദമായി പറയുന്നുണ്ട്. What is friction? In cold season, you must have often rubbed your palms against each other to feel some warmth. You must have wondered how this heat is generated. This is because when we rub our palms together, an opposing force is produced on the surfaces of our palms, which then generates heat and we feel warm. This opposing force is known as friction. Let's discuss it a little more. A surface is never perfectly smooth. Even very smooth surfaces possess irregularities, which is visible only through a microscope. So when two bodies which are in contact with each other, the irregularities present on their surfaces tend to interlock with each other. Now, when we try to move one of the body on the surface of the other body, the interlocking of irregularities opposes the motion. This opposing force is called friction, and its magnitude depends on the degree of irregularities on the surfaces in contact, while its direction is always opposite to the direction of motion. Thus, friction is defined as the force which opposes the motion between any two or more surfaces in contact. Friction can be classified into two types. Sliding friction is the friction experienced by a body
when it slides over another body. For example, a block sliding on a surface. Rolling friction is the friction experienced by a body rolling on a surface. For example, a tennis ball rolling on the ground. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ഘർഷണം അഥവാ ഫ്രിക്ഷൻ എന്താണെന്നും രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഘർഷണങ്ങൾ ഏതൊക്കെയാണെന്നും മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള ഘർഷണങ്ങൾ? അതായത് 2 types ഓഫ് ഫ്രിക്ഷൻസ്. ഒന്ന് റോളിംഗ് ഫ്രിക്ഷനും ഒന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷനും. എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ സർഫസിൽ കൂടെ റോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനെ പറയുന്ന പേരാണ് എന്തെന്ന്? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത്. എന്നാൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് നീക്കുമ്പോൾ അത്തരത്തിലുള്ള ഫ്രിക്ഷനെ പറയുന്ന പേരാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതായത് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എല്ലായ്പ്പോഴും കുറവായിരിക്കും. ജീവിതത്തിൽ ഘർഷണം പ്രയോജനപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ചില സന്ദർഭങ്ങൾ ഘർഷണം ഗുണകരമായതും എന്നാൽ മറ്റു ചില സന്ദർഭങ്ങൾ ഗുണകരമല്ലാത്തതും ഉണ്ട്. അതായത് ബെനിഫിഷ്യലും ഉണ്ട്, നോൺ ബെനിഫിഷ്യലുമുണ്ട് അല്ലേ? അപ്പം അതിൽ ചിലതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിയിൽ ഉരയ്ക്കുന്നു. സ്ട്രൈക്കിംഗ് എ മാച്ച് സ്റ്റിക്ക് ഓൺ ദി സൈഡ് ഓഫ് എ മാച്ച് ബോക്സ്. യന്ത്രങ്ങളുടെ തേയ്മാനം. വെയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ്. വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു. എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സ്. തറയിലൂടെ നടക്കാൻ കഴിയുന്നു. വാക്കിംഗ്. വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകൾ ഇടുന്നു. ട്രെഡിങ് ഓഫ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്. ടയർ തേഞ്ഞു തീരുന്നു. വയറിംഗ് ഔട്ട് ഓഫ് ടയേഴ്സ്. ഇന്ധനനഷ്ടം. ഫ്യൂൽ ലോസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഘർഷണം ഗുണകരമായ സന്ദർഭങ്ങളും ഗുണകരമല്ലാത്ത സന്ദർഭങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഈ സന്ദർഭങ്ങളെ ഘർഷണം ഗുണകരമായ സന്ദർഭങ്ങളെന്നും ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭങ്ങളെന്നും, അതായത് സിറ്റുവേഷൻസ് വേർ ഫ്രിക്ഷൻ ഈസ് ബെനിഫിഷ്യൽ ആൻഡ് സിറ്റുവേഷൻസ് വേർ ഫ്രിക്ഷൻ ഈസ് നോൺ ബെനിഫിഷ്യൽ എന്ന് 2 കോളംസ് ആക്കിയിട്ട് തിരിച്ച് ഒരു ടേബിളാക്കിയിട്ട് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് ഘർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഓക്കെ, അതിനുവേണ്ടി നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. Friction can be removed by following methods. By polishing or using powder, we can smooth the rough surface by polishing or by using powder. Due to smoothness, the friction is reduced from the surfaces. By using ball bearing. Ball bearings are a hollow circular device containing small metal balls which is fitted around the moving part of a machine like an axle. The ball bearings reduce friction by converting sliding friction into rolling friction. By using rollers and wheels. Many heavy objects like big suitcases are provided with small wheels called rollers to reduce friction so that they can be carried easily by pulling. By streamlining. The bodies of cars, aeroplanes and rockets are streamlined to reduce the air friction. The bodies of boats and ships are also streamlined to reduce the friction of water. നമുക്ക് ഈ വീഡിയോയിൽ നിന്നും ഘർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി അല്ലേ? ഏതൊക്കെയാണവ? ബൈ പോളിഷിംഗ്, അതായത് പ്രതലങ്ങൾ നന്നായി മിനുസപ്പെടുത്തുക. നമ്മൾ വഴുക്കലുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മുടെ കാൽ തെന്നി പോകാറുണ്ട്. അതായത് തറയും നമ്മുടെ കാലും തമ്മിലുള്ള ഫ്രിക്ഷൻ വളരെയധികം കുറയുന്നത് കൊണ്ടാണ് ആ വഴുക്കലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തെന്നി വീഴുന്നത്. പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ്? എങ്ങനെയാണ്? ബൈ യൂസിങ് വീൽസ് ആൻഡ് ബെയറിങ്സ്.
നമുക്ക് വലിയ ലഗേജുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വലിയ ലഗേജ് ബാഗുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ എന്തുണ്ടായിരിക്കും? വീലുകളുണ്ടായിരിക്കും അല്ലേ? അതും ഇതേപോലെ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിനുള്ള റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതേപോലെ തന്നെ യന്ത്രഭാഗങ്ങൾ തേയ്മാനം വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോൾ ബെയറിങ്ങുകളും നീഡിൽ ബെയറിങ്ങുകളും എല്ലാം ഉപയോഗിച്ച് വരുന്നു. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ധാരാരഹിതമാക്കൽ അഥവാ സ്ട്രീം ലൈനിങ്. നമ്മുടെ വാഹനങ്ങളുടെ ഷേപ്പുകളാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കപ്പൽ, വിമാനം തുടങ്ങിയ വാഹനങ്ങളുടെ മുൻഭാഗം കൂർത്ത പോലെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ അത് എയറുമായിട്ടുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി നാലാമത്തെ മെത്തേഡാണ് ലൂബ്രിക്കൻസ് അഥവാ സ്നേഹകങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് എണ്ണ, ഗ്രീസ്, ഗ്രാഫൈറ്റ് തുടങ്ങിയ സ്നേഹകങ്ങൾ നമ്മൾ യന്ത്രഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതാണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്.